കർത്താവിന്റെ കൃപ കൊണ്ട് നമ്മുടെ ജെട്ടിക്കച്ചവടമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് റോക്കി, ഷഡ്ഡി ബിസിനസ്സിൽ നീ ശോഭിക്കുന്നു. അത് ശരിയാണോ? പൊന്നി ക്ലാസ് കിട്ടിയിടന്ന ഞാൻ വരെ ഇവന്റെ ചെട്ടിയാണ് പിടുന്നത്. ഇവന്റെ ചട്ടി നീ ഉപയോഗിക്കണം. ആ റോക്കി ചെട്ടികൾ. ആ ജോക്കിക്കൊരു എതിരാളി, അതാണ് നമ്മുടെ റോക്കി. പിന്നെ അച്ഛനൊന്ന് റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ ഈ ഇടവകയിലുള്ള എല്ലാവരും എന്റെ ജെട്ടി തന്നെ ഇടും. കുർബാനൊക്കെ വിളിച്ചു പറയാൻ. ശ്രീവാച്ചോ, യെസ്, നമ്മുടെ അല്ലേ ഇടുന്നത്? ഞാൻ വിത്തൗട്ടാ. അച്ചോ അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഈശോനെ സ്തുതിച്ചിട്ടോ എന്നെ സുഖിപ്പിച്ചിട്ടോ ഒരു കാര്യമില്ല. എൻ്റെ കയ്യിലിരിപ്പ് നന്നാവണം. എന്ത് പറ്റി അച്ചോ? ഞങ്ങളിപ്പോ ഫുൾ ഡീസന്റ് ആണല്ലോ. ആ അച്ഛൻ തന്ന ജപമാലിട്ടതിന് ശേഷം ഞങ്ങള് തല്ലക്ക് നിർത്തി നല്ല ഇടയന്മാരായിട്ട് ജീവിക്കുക. ഞാനും നല്ല ഇടയനയച്ചോ. കണ്ടോ കൊന്ത ബാറിൽ വെച്ച് മറന്നുപോയി. ബാറില്ല, കൂൾ ബാർ. അച്ചോ, ഇവന്മാരോട് ആദ്യം ആക്ടിങ് നിർത്താൻ പറ, എന്നിട്ട് കാവടിക്ക് അടി ഉണ്ടാക്കിയതിന്റെ എക്സ്പ്ലനേഷൻ തരാൻ പറ ഈ തൃക്കാവടികളോട്. തൃക്കാവടി നിന്റെ തന്ത ചൊക്ലി മാത്രടാ പന്നി. വേണ്ട അച്ചോ, ഇത് പള്ളി കമ്മിറ്റിയുടെ മാത്രം പ്രശ്നമല്ല, എന്റെ അന്തസ്സിനെയും മാന്യതയും ബാധിക്കുന്ന പ്രശ്നം കൂടിയാണ്. അത് റോക്കി പറഞ്ഞത് ശരിയാ. പൂരത്തിനടി, പെരുന്നാളിനടി, കാവടിക്കടി. നിങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി അടി ഉണ്ടാക്കുമ്പോഴേ നാട്ടുകാർ പറയണത് മേക്കാട്ടുകുളത്തെ ചെക്കൻ അടിയിലാക്കി, മേക്കാട്ടുകുളത്തെ ചെക്കൻ അടിയിലാക്കി എന്നാണ്. മേക്കാട്ടുകുളത്തെ ചെക്കൻ എന്ന് പറയുമ്പോ തല്ലുണ്ടാക്കിയ ഫൈറ്റർ ഞാനാന്നല്ലേ നാട്ടുകാർ വിചാരിക്കുള്ളൂ. നീയാണെങ്കിൽ തല്ലിന്നല്ല, തല്ല് വാങ്ങിക്കൂട്ടിന്നായിരിക്കും നാട്ടുകാർ വിചാരിക്കുക. അത് കറക്റ്റാ. എടാ, ഞാൻ ഡബിൾ ബ്ലാക്ക് ബെൽറ്റ് എന്നുള്ളത് കമ്മിറ്റിയിലും പള്ളിയിലുള്ള എല്ലാവർക്കും അറിയാടാ. സംഭവനെ കട്ടാക്കിയ കുനി ഇതെന്തോന്നു തിരുവാരാളിയാ? ധൈര്യമുണ്ടോ നീയൊക്കെ റോക്കി പോയ തൊട്ട് നോക്കടാ. അതെ, തൊട്ട് നോക്കടാ. ബായ്, വണ്ടി പോയി നെഞ്ചൊക്കെ എടുത്തിട്ട് വന്നാലോ? ഒറ്റയ്ക്ക് രക്ഷപ്പെടാനല്ലേ വേണ്ട, ഇവിടെ നില്ല. അടുക്കരുത്, ഞാൻ കളരിയാണ്. കണ്ണിട്ട് കുത്തും നീ. മതി. ഇവിടെ കയ്യാങ്കളിയൊന്നും വേണ്ട. അതന്നെ എനിക്കും പറയാനുള്ളത്. അച്ചോ, ഈ ആന്റപ്പന്റെ കാര്യം അത്ര വലിയ വിഷയാക്കണ്ട. ഇവന്റെ അപ്പനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇവൻ ഭേദല്ലേ? ഭേദം ഏതല്ലേന്നാ ഈ ആന്റപ്പേട്ടന്റെ അപ്പൻ ലോനപ്പേട്ടനില്ലേ? ഇന്നാള് റോക്കി ബായുടെ മാനേജർ മാഗിയോട് ചോദിക്കാം, മാജിക് മഷ്റൂം അടിക്കാൻ കൊടൈക്കനാൽ പോകുന്നുണ്ട്, കൂടെ വരുന്നുണ്ടോന്ന്. എന്നിട്ട് മാഗി സമ്മതിച്ചില്ല. അപ്പം മ്ലേച്ഛ ബൈബിളിൽ ഇവന്റെ തന്ത പറയാണ് വട്ടവടയിൽ പോയി സ്റ്റാമ്പ് ഇടാൻ പൊളി മൂടാണെന്ന്. ആന്റെ പേട്ടന്റെ അപ്പനെ പറ്റി ഈ നനഞ്ഞോൻ പറഞ്ഞുണ്ടാക്കണ മസാല കഥ കേൾപ്പിക്കാനാണ് അച്ഛൻ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. സഭയുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് എഴുതി ഒപ്പിട്ട് തന്ന എന്റെ ഡാഡിയുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അച്ഛൻ എന്നോട് വേറെ എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞോ. എന്റെ പൊന്ന ആന്റപ്പ, കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് നീ അടിയുണ്ടാക്കിയപ്പോ പറഞ്ഞ തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. ഗുണ്ടായിസവും തല്ലുണ്ടാക്കലും ഒക്കെ കർത്താവിന് നിരക്കാത്ത കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ദേവാലയം പോലൊരു സ്ഥലത്ത്. ദേവാലയം കൈയേറിയ കച്ചവടക്കാരെയും പലിശക്കാരെയും കർത്താവ് ചാട്ടവാറ കൊണ്ട് തലയോടിയല്ലോ, തല്ലിയല്ലേ അച്ചോ പുറത്താക്കിയത്. അതെ, കർത്താവ് ഇതേ ഞങ്ങളും ചെയ്തിട്ടുള്ളൂ. കർത്താവ് ഇതേ തെറ്റാണെങ്കിൽ ഞങ്ങൾ ഇതും തെറ്റാണ്. പറ, കർത്താവ് ഇത് തെറ്റാണോ? കർത്താവ് ഇത് തെറ്റാണോ? കർത്താവ് ചെയ്തത് തെറ്റാണോ? കണ്ട ആന്റപ്പേട്ടന്റെയും സിന്റപ്പന്റെയും ബൈബിളിലുള്ള അപാരമായ പാണ്ഡിത്യം കേട്ട് അച്ഛന് വരെ ഉത്തരം മുട്ടിപ്പോയി. കണ്ട പിണങ്ങി പോലെ. ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് ബൈബിള്. ഇതിലെ ബൈബിൾ വചനത്തിന്റെ ഏതെങ്കിലും 4 വരി നിങ്ങൾ ആരെങ്കിലും തെറ്റാതെ പറഞ്ഞാൽ ഈ അടിപ്രശ്നം ഞാൻ ഇവിടെ തീർത്തു തരാം. അച്ചോ, പറ. ഇവനത് പറയോ? ഇവന്മാരിത് പറഞ്ഞില്ലെങ്കിൽ ഇവന്മാരെ ഇടവകയെന്ന് മാത്രമല്ല പള്ളിയിൽ നിന്നും കൂടെ അച്ഛൻ പുറത്താക്കണം. ചെങ്കടലിൽ നീ എന്ന് പാത തെളിച്ചു, മരുവിൽ മർത്യർക്ക് മന്ന പൊഴിച്ചു, എരിവെയിലിൽ സ്നേഹത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായി മാമലമുകളിൽ നീ നീതിപ്രമാണങ്ങൾ പകർന്നേകി. ഈ വചനം ഏതധ്യായം എത്രാം വാക്യം? അച്ഛൻ പറ. പറ. കണ്ട, അച്ഛൻ ഉത്തരം മുട്ടി. സാധാരണക്കാരുടെ ബൈബിൾ പരിജ്ഞാനത്തെ പുച്ഛിക്കരുതച്ചോ. അതെ, ഇനിയിപ്പോ തർക്കമില്ല, ബഹളമില്ല, അടിപ്രശ്നം എല്ലാം കഴിഞ്ഞു, എല്ലാം കോംപ്രമൈസ് ആയി. എല്ലാരും പൊയ്ക്കേ, എനിക്കൊരു കുർബാന കൊള്ളപ്പാടുണ്ട്. പൊയ്ക്കോ. എന്താ നോക്കുന്നേ? പിടിച്ചില്ലേ? എടാ, എന്നാലും അച്ഛനെ വരെ ഉത്തരം മുട്ടിച്ച ആ വചനം ഏത് അദ്ദേഹത്തിലടാ? എനിക്കറിയാം. സോങ് ഓഫ് സോളമൻ അല്ലേ? അത് സോങ് ഓഫ് സോളമൻ അല്ല, സോങ് ഓഫ് മാർക്കോസ്. മാർക്കോസിന്റെ ഭക്തിഗാന ആൽബത്തിലേടാ, കേട്ടിട്ടില്ലേ?
ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മർത്യർക്കു മന്ന പൊഴിച്ചു.